ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ കുറേ നാളായി, കുറച്ചങ്ങനെ ഡിലേ ആയിപ്പോയേ. ഒരു 2 വീക്സിന് മേലെയായി കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ഈവനിങ് സ്നാക്സിന് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുവാണേ. ഞാനിന്ന് പുറത്ത് പോയി വന്നപ്പോൾ തന്നെ ചാറ്റ് മസാല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു സംഭവം ചെയ്യാൻ വേണ്ടി മനസ്സിൽ കണ്ടിട്ടായിരുന്നേ. അപ്പോൾ രാവിലെ ഇങ്ങനെ വെള്ളക്കടല വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത് ഉണ്ടാക്കാൻ കാരണമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമേ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഹിന്ദി വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ. ശരിക്കും ഇതിൻ്റെ പേര് ചന മസാല എന്നാണ് കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസിന് ഇങ്ങനെ ലൈറ്റെല്ലാം കാണാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ പുറത്തുള്ള ചർച്ചിലൊക്കെ പോയ സമയത്തിന് ഇത് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഹിന്ദിക്കാരെല്ലാം വിൽക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കില്ലേ, കടല വേവിച്ചിട്ട് നല്ല ചൂടോടെ ഇങ്ങനെ കുറേ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട്. അപ്പോഴേ ശരിക്കും വിചാരിച്ചതാട്ടോ ഇത് ഉണ്ടാക്കി നോക്കണമെന്നോ. പക്ഷേ ഇതുവരേക്കും എല്ലാ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ. അങ്ങനെ ഇന്ന് ഓർമ്മിച്ചിട്ടാണ് കേട്ടോ ചാറ്റ് മസാല മേടിച്ചിട്ട് വന്നത്. അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഹൈറ അത് എന്തോ സംഭവമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പാക്കറ്റെല്ലാം പുറത്തുനിന്ന് തന്നെ വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നേ. ഈ സമയമെല്ലാം ഐറ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുന്നേ വേഗം ഇത് ജോലിയൊക്കെ തീർക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ കടല കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് പുറമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കാൻ പോയി കേട്ടോ. നല്ലോണം ചപ്പെല്ലാം ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല നേരെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:30 ആയപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയി അടിച്ചു വാരിയത്. ഈ നമ്മളിങ്ങനെ ഡെയിലി ചെയ്യുന്ന ജോലികളിങ്ങനെ പെൻഡിങ് ഇടുമ്പോഴത്തേക്കും എനിക്കെന്തോ ഒരു ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ രാത്രിയിലും പോയി അടിച്ചു വരാൻ പോയത്. അങ്ങനെ പുറത്ത് തീയിടലൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ വന്ന് കേട്ടോ. വന്ന് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേഗം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും ഐറ ഉണർന്നെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഉള്ള മനസ്സമാധാനം എല്ലാം പോയി. ഇനി ഇത് കുക്കിംഗ് വിത്ത് ഐറ എന്നുള്ളൊരു വ്ളോഗ് തന്നെ ആയിപ്പോവേ. ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി കേട്ടോ, ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന്. അതിരൂക്ഷമായിട്ട് കുറച്ച് സമയമൊക്കെ എന്നെ വാച്ച് ചെയ്ത് ഇങ്ങനെ നിന്നു ആൾ. അങ്ങനെ ഉറങ്ങി എണീറ്റ് വന്നതിൻ്റെ ഹാങ് ഓവർ മാറാനായിട്ട് ഇങ്ങനെ സ്ലാബിലൊക്കെ കുറച്ച് സമയം ഇരുന്ന് കേട്ടോ. ഉറങ്ങുന്നതിന് മുന്നേ മെഹന്തിയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയ്യിലൊരു പൂവൊക്കെ വരച്ച് 2 കയ്യിലും മെഹന്തിയൊക്കെ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവളെ ഒന്ന് ദേഹമൊക്കെ കഴുകി ഫ്രഷാക്കി അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നു. അമ്മ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് നല്ല വൃത്തിക്ക് അറിയാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നതിൻ്റെ ആ ടോൺ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോഴത്തേക്കും ആൾ ഓടിയെത്തിയിട്ട് പറയും, അമ്മാമ്മ കോൾ, അമ്മാമ്മ കോളെന്ന് പറഞ്ഞ് തുടങ്ങും. അത് വീഡിയോ കോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കുറേ സമയം അമ്മേരോടെ സംസാരിച്ചൊക്കെ ഇരുന്ന് കേട്ടോ. വീട്ടിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്ത് അവൾ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം പെട്ടെന്ന് വീട്ടിൽ പോകണം, അപ്പച്ചിയുടെ അടുത്ത് പോകണം, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കേട്ടോ ആൾ നിൽക്കുന്നത് തന്നെ. അങ്ങനെ കടല വേവിച്ച് വെച്ചിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഇപ്രാവശ്യം കുക്കുംബറും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ശരിക്കും ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുക്കുംബർ, പിന്നെ ഉള്ളി, പച്ചമുളക്, കുറച്ച് ഒരു പകുതി തക്കാളി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും, പിന്നെ ഇതിനൊരു പുളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പകുതി നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ആൾക്ക് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായി കേട്ടോ. പിന്നെ അതിനിങ്ങനെ എൻ്റെ പുറകെ നടന്നിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുപ്പിക്കുവാണ് കേട്ടോ. എന്തെങ്കിലും ഒരു സംഭവം വേണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അവളത് കിട്ടുന്നത് വരെ ഇങ്ങനെ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടേയിരിക്കുകയെ. മറ്റേത് അത് തന്നെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നിലക്കടലയില്ലേ, അത് വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും കൂടെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നതിലൊന്നും ഈ കടലയൊന്നും ഉണ്ടാകലില്ലേ. ഞാൻ പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. വേറെ അങ്ങനെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. എല്ലാം നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഉള്ളത് ഇതിൽ.
പിന്നെ മാത്രമല്ല എല്ലാ മാസവും ഇങ്ങനെ കിച്ചണിലേക്ക് വേണ്ട പല ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ പച്ച നിലക്കടലയും വാങ്ങിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ സ്നാക്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കടലയൊക്കെ വറുത്തിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട് ഈവനിങ്ങിൽ. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വറുത്തത് വാങ്ങുമ്പോഴത്തേക്കും പാക്കറ്റിൽ കുറച്ചല്ലേ ഉണ്ടാവത്തുള്ളൂ. മറ്റേത് പച്ച വാങ്ങിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വറുത്തെടുക്കുമ്പോൾ നമുക്ക് കുറേ കഴിക്കാനും ഉണ്ടാവും. നല്ലതാണ് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് വീട്ടിൽ വറുത്തെടുക്കുമ്പോൾ. ഞാൻ പിന്നെ ഈ പച്ച കടല എടുത്ത് കുറച്ച് ഒരു 2-3 സ്പൂൺ ഉപ്പും കൂടെ പാത്രത്തിലിടും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യാറ്. ആദ്യം ഇത് വറുത്തെടുത്തിട്ട് ഞാൻ മുറത്തിൽ തട്ടി നോക്കി കേട്ടോ, ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ പറ്റുന്നുണ്ടായില്ലേ. പിന്നെ രണ്ടാമത് പിന്നെ അതിൽ നിന്നെടുത്ത് വീണ്ടും ന്യൂസ് പേപ്പറിലിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ ആക്കിയിട്ടും അധികമൊന്നും പോയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ വീണ്ടും അത് പ്ലേറ്റിലോട്ട് തട്ടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഫുള്ള് ഇളക്കി കളഞ്ഞിട്ട് ഊതിക്കളയുകയാണ് കേട്ടോ ചെയ്തത്. ഇത് കടല വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഒരു 4 വിസിലാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി പരിപാടികൾ വെജിറ്റബിൾസ് കട്ടിങ്ങും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കുക്കർ തുറന്നപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എരിവ് വരുമ്പോൾ അവൾ കഴിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ആവിയിൽ വേവിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ മസാല ഇടുന്നതിന് മുന്നേ കുറച്ച് അവൾക്കെടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ, അല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെന്ത കടലയിലോട്ട് പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ എല്ലാം ആഡ് ചെയ്തു, കടല ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ചാറ്റ് മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിനേക്കാൾ വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടോ അല്ലെങ്കിൽ ഡയറ്റായിട്ട് കഴിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മറുക്കുന്ന പോലെ ഫീൽ ചെയ്യും. കാരണം എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു വീക്ക്ലി ടോയ്സൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈവനിങ് വിശേഷങ്ങൾ ഇന്നത്തെ ഇത്രയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.